വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. ഈ സ്ക്രീനിൽ കാണുന്ന ക്വാളിഫിക്കേഷനുള്ളവരൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് വന്നിട്ടുള്ള ഗ്രേഡ് 3 KWA വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഗ്രേഡ് 3യിലേക്കുള്ള വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. ഓവർസിയർ ഗ്രേഡ് 3. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രീവിയസ് ഇയർ സെലക്ഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു, എത്ര റാങ്ക് വരെ ഉള്ളവരെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ കൂടിയാണ് നമുക്ക് നോക്കാം. നിലവിൽ 24 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 27,200 മുതൽ 73,600 വരെയാണ് സാലറി സ്കെയിൽ ഉള്ളത്. സോ ഇവിടെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ക്വാളിഫിക്കേഷനിൽ എന്ന് പറയുമ്പോൾ SSLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ളത് വേണം. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അവാർഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ദ ട്രേഡ് ക്രാഫ്റ്റ്സ്മാൻ സിവിൽ ഓർ മെക്കാനിക്കൽ ആഫ്റ്റർ കംപ്ലീഷൻ 2-year കോഴ്സ് ഇറ്റ്സ് ഈക്വലവൻ്റ്. അതായത് ഏതാണ് IT തന്നെയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ പാസ് ഇൻ SSLC ഇൻ ഈക്വലവൻ്റ് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ എഞ്ചിനീയറിംഗ്, അതായത് നമ്മുടെ KGC സർട്ടിഫിക്കറ്റാണ്. ഓക്കെ, അപ്പോൾ KGC ഒക്കെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള വേക്കൻസികളൊക്കെ വളരെ പ്രധാനമായിട്ട് തന്നെ നമ്മൾ ഒന്ന് ടാർഗറ്റ് ചെയ്യുക. കാരണം മറ്റേ നാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ KGC സർട്ടിഫിക്കറ്റിന് പല എക്സാമുകൾക്കും ക്വാളിഫിക്കേഷനായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള PSC എക്സാമുകളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പം ഇതിനകത്ത് പിന്നെ ഈക്വലവൻ്റ് ആയിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രീവിയസ് ഇയർ സെലക്ഷനായിട്ട് ഉയർന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരും എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് സ്വന്തം റിസ്കോട് കൂടി തന്നെ അപ്ലൈ ചെയ്യുക, സ്വന്തം റിസ്കോട് കൂടി തന്നെ പഠിക്കുക. കാരണം ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്, ലിസ്റ്റ് വരുന്നത്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അഡ്വൈസ്, ഇതൊക്കെയെന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നിലനിൽക്കുന്ന റൂള് പ്രകാരമൊക്കെ ആയിരിക്കും. അതായത് ഇപ്പോൾ കേസ് നടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഒരു സമയത്തേക്ക് ഇതിൻ്റെ ഒരു വിധിയും ITക്ക് അനുകൂലമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റ് എന്ത് ചെയ്യില്ല, ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത കുറയും. സോ അത് എന്ത് തന്നെയായാലും സ്വന്തം റിസ്ക് എടുക്കുക. മാത്രമല്ല ഒരു അപേക്ഷിക്കുന്നവർ ഇത് ഞങ്ങൾക്ക് പിന്നീട് ഉപകാരപ്പെടുമെന്ന രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അടുത്ത ഒരു നോക്കുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള സെലക്ഷനാണ്. പ്രീവിയസ് ഇയർ സെലക്ഷൻ നോക്കുന്ന സമയത്ത് ടോട്ടൽ 819 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. അതിൽ ലാസ്റ്റ് അഡ്വൈസ് 18/3/2024 പോയിട്ടുള്ളത്. 18/3/2024. അതായത് നിലവിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് ആ ഒരു ആദ്യം കാണിച്ച വേക്കൻസി എന്ന് പറയുന്നത് അതെന്ത് ചെയ്യുക, നിലവിൽ ആ ഒരു വേക്കൻസി തന്നെയാണ്, ഇനി കൂടി വരണം എന്നുള്ളതാണ്. കാരണം ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് ഈ അടുത്താണ് പോയിട്ടുള്ളത്. ഓക്കെ, അടുത്ത് പോയതേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നിലവിൽ അത്രയും വേക്കൻസിയാണുള്ളത്. ഇനിയും ഒരു 819 പോകണമെന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കുമായിരിക്കാം. അത് നോക്കാം നമുക്കെന്തായാലും. സോ ഓവർസിയർ ഗ്രേഡ് 3യിൽ ഇപ്പോൾ OC ഓപ്പൺ കാറ്റഗറിയിൽ, അതായത് ജനറൽ ഉൾപ്പെടെയുള്ള കാറ്റഗറിയിൽ മൊത്തത്തിൽ 733 എന്ന റാങ്ക് വരെ സേഫ് സോണിലായിരുന്നു. ഓക്കെ, പിന്നീടുള്ള മുസ്ലിമിന് എത്ര റാങ്ക് വരെ ഉണ്ട്, OBC, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ലാസ്റ്റ് അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള എക്സാമുകളെ സംബന്ധിച്ച് ഈ ഒരു ഓവർസിയർ ഗ്രേഡ് 3 പോലെയുള്ളത് വളരെയധികം വേക്കൻസി വരുന്ന ഒരു ട്രേഡ് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക.